If a square of side 2 pi centimeter is inscribed in a circle, then the circumference of the circle is dash. ഇവിടെ ഒരു സർക്കിളിൽ ഒരു സ്ക്വയർ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു റഫ് ഫിഗർ വരച്ച് നോക്കാം. ഒരു സ്ക്വയർ ആണെന്ന് കരുതുക. ഈ സ്ക്വയറിൻ്റെ സൈഡ് നൽകിയിട്ടുണ്ട് 2 pi സെൻറ്റിമീറ്റർ ആണ് ഒരു വശം. അങ്ങനെയെങ്കിൽ ഈ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഈ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഒരു സ്ക്വയർ ആയതുകൊണ്ട് ഈ സ്ക്വയറിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ഡയമീറ്റർ ആയിരിക്കും. സ്ക്വയറിൻ്റെ ഡയഗണൽ സർക്കിളിൻ്റെ ഡയമീറ്റർ ആയിരിക്കും. ഓർക്കുക, സർക്കിളിൻ്റെ ഡയമീറ്റർ ആണെങ്കിൽ ഓർക്കുക ഇത് സ്ക്വയറാണ്, അതുകൊണ്ട് ഈ ആംഗിൾ 90 ഡിഗ്രിയേ വരുള്ളൂ. അപ്പോൾ 90 ഡിഗ്രി ആകണമെങ്കിൽ ഈ ആർക്ക് എന്തായിരിക്കണം? ഒരു സെമി സർക്കിൾ ആയിരിക്കണം. ഈ ആർക്ക് സെമി സർക്കിൾ ആകണമെങ്കിൽ ഈ ലൈൻ എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ ആയേ പറ്റുള്ളൂ. അപ്പോൾ സ്ക്വയറിൻ്റെ ഡയഗണൽ സർക്കിളിൻ്റെ ഡയമീറ്റർ ആയിരിക്കും. അപ്പോൾ ആ സ്ക്വയറിൻ്റെ ഒരു വശമാണ് 2 pi. അപ്പോൾ നമുക്ക് സ്ക്വയറിൻ്റെ ഒരു വശം എന്ന് എടുത്തു കഴിഞ്ഞാൽ ഡയഗണൽ എന്ന് പറയുന്നത് √2a ആണ്. സ്ക്വയറിൻ്റെ ഒരു വശം a ആണെങ്കിൽ ഡയഗണൽ √2a ആണ്. ഇവിടെ ഒരു വശം 2 pi സെൻറ്റിമീറ്റർ ആണെന്ന് നൽകി. അപ്പോൾ ഡയഗണൽ എന്ന് പറയുന്നത് √2 × 2 pi ആവും. √2 × 2 pi സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ഈ സർക്കിളിൻ്റെ ചുറ്റളവാണ് കണ്ടുപിടിക്കേണ്ടത്. സർക്കംഫറൻസ് ആണ്, ചുറ്റളവാണ് കണ്ടുപിടിക്കേണ്ടത്. സർക്കിളിൻ്റെ ചുറ്റളവ് 2 pi r എന്ന് എടുക്കാം, അല്ലെങ്കിൽ 2r എന്ന് പറയുന്നത് ഡയമീറ്റർ ആണല്ലോ, ആറിൻ്റെ ഇരട്ടി ഡയമീറ്റർ ആണ്, അല്ലെങ്കിൽ πd എന്നെടുത്താലും മതി, πd. അപ്പോൾ നമുക്കിത് ഉപയോഗിക്കുന്നതാണ് സൗകര്യം. സർക്കിളിൻ്റെ ചുറ്റളവ് കാണാൻ πd എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുന്നതാണ് സൗകര്യം. ഇവിടെ d എന്ന് പറയുന്നത് ഡയമീറ്റർ. ഇവിടെ ഡയമീറ്റർ നമുക്ക് കിട്ടിയ ഡയഗണലിൻ്റെ ലെന്ത് തന്നെയാണ് ഡയമീറ്ററിനും. അപ്പോൾ pi × √2 × 2 pi എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു പൈയും പൈയും കൂടെ ഗുണിച്ചാൽ π². 2√2 π² സെൻറ്റിമീറ്റർ ആണ് സർക്കിളിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ സർക്കംഫറൻസ്. ശരി ഉത്തരം ഓപ്ഷൻ എ, 2√2 π² സെൻറ്റിമീറ്റർ. The value of 0.111 cube plus 0.222 cube minus 0.333 cube plus 0.333 square into 0.222 the whole square is dash. അപ്പോൾ നമുക്കിതിൻ്റെ വാല്യൂ കാണണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നോക്കുക, 0.111 അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ 0.222 കിട്ടും. അതുപോലെ 0.111നെ 3 കൊണ്ട് ഗുണിച്ചാൽ 0.333 ആവും. അപ്പോൾ നമുക്ക് ഈ ടേംസിനെ എല്ലാം 0.111ൻ്റെ ടേമിൽ മാറ്റി എഴുതാം. അപ്പോൾ ഇത് 0.111 ക്യൂബ് പ്ലസ് ഇത് 2 × 0.111 എന്നെഴുതണം. 2 × 0.111 ഹോൾ ക്യൂബ് മൈനസ് അടുത്തോ 3 × 0.111 ആണ്. 3 × 0.111 അതും ഹോൾ ക്യൂബ് പ്ലസ് അടുത്തത് നമുക്ക് എങ്ങനെ എഴുതാം? 3 × 0.111 ഹോൾ സ്ക്വയർ ഇൻറ്റു അടുത്തോ 2 × 0.111 ദെൻ ദി ഹോൾ സ്ക്വയർ ഉണ്ട്. ദിസ് ഈക്വൽ ടു നോക്കുക, ഇത് 0.111 ക്യൂബ് പ്ലസ് അടുത്ത് നോക്കുക 2 × 0.111ൻ്റെ ക്യൂബാണ്. അപ്പോൾ 2 ക്യൂബ് × 0.111 ക്യൂബാണ് വരിക. 2 ക്യൂബ് എത്രയാണ്? 8. അപ്പോൾ 8 × 0.111 ക്യൂബ് എന്ന് വരും ഇത്. മൈനസ് ഇവിടെയോ 3 × 0.111ൻ്റെ ക്യൂബ്, അതായത് 3 ക്യൂബ് × 3 ക്യൂബ് എത്രയാണ്? 27. 27 × 0.111 ക്യൂബ് പ്ലസ് ഇവിടെയോ 3 × 0.111 അതിൻ്റെ സ്ക്വയറാണ്. അപ്പോൾ 3² വരും. 9 × 3² 9. 9 × 0.111 സ്ക്വയർ ഇൻറ്റു 2 × 0.111 പിന്നെ പുറത്തുള്ള ഹോൾ സ്ക്വയർ. ദിസ് ഈക്വൽ ടു നമുക്കിവിടെ 0.111 ക്യൂബ് ഉണ്ട് പ്ലസ് 8 × 0.111 ക്യൂബ് ഉണ്ട്.
അപ്പോൾ 8 1 9 എന്ന് എഴുതാം, ഒന്നിച്ചെഴുതാം. ഇത് രണ്ടും കൂടെ കൂട്ടി 9 ഇൻറ്റു 0.111 ക്യൂബ് മൈനസ് 27 ഇൻറ്റു 0.111 ക്യൂബ് പ്ലസ് ഇവിടെ നോക്കുക 9 ഗുണം 2 18 ഉണ്ട്. 18 ഇൻറ്റു ഇവിടെ 0.111 അതിൻ്റെ സ്ക്വയറും ഉണ്ട്. ഇവിടെ അതിനെ വീണ്ടും 0.111 കൊണ്ട് ഗുണിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ക്യൂബാവും. 0.111 ക്യൂബ് ദി ഹോൾ സ്ക്വയർ എന്നാവും. സമം നോക്കുക 9 ഇൻറ്റു 0.111 ക്യൂബും പ്ലസ് 18 ഇൻറ്റു 0.111 ക്യൂബും. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 18 9 27. 27 ഇൻറ്റു 0.111 ക്യൂബ് മൈനസ് 27 ഇൻറ്റു 0.111 ക്യൂബ് ദി ഹോൾ സ്ക്വയർ എന്നാവും. നോക്കുക 27 ഇൻറ്റു 0.111 ക്യൂബിൽ നിന്നും അതുതന്നെയാണ് കുറച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് 0 വരും. 0 സ്ക്വയർ എന്നാവും. ദാറ്റ്സ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 0. The area of a rectangular ground that is half as wide as it is long and fully enclosed by a meters of fencing is dash. അപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കുലർ ഗ്രൗണ്ടിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അതിൻ്റെ വീതി അതിൻ്റെ നീളത്തിൻ്റെ പകുതിയാണെന്ന് നൽകിയിട്ടുണ്ട്. ഇനി അത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന അതിന് ചുറ്റും വേലിയുണ്ട്. ആ വേലിയുടെ നീളം എ മീറ്റേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഗ്രൗണ്ടിൻ്റെ ചുറ്റളവാണ് എ മീറ്റർ. ചുറ്റും വേലിയിടുമ്പോൾ ചുറ്റളവ് കിട്ടും. അപ്പോൾ ചുറ്റളവാണ് എ മീറ്റർ. പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ നീളത്തിൻ്റെ പകുതിയാണ് വീതി. അപ്പോൾ നീളം നമുക്ക് L എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ വീതിയോ എല്ലിൻ്റെ പകുതി L/2 ആയിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓപ്ഷൻസ് എല്ലാം നോക്കുക, എല്ലാം എയുടെ ടേംസിലാണ് നൽകിയിരിക്കുന്നത്. അതായത് ഈ ചുറ്റളവിൻ്റെ നീളമാണ് എ. അപ്പോൾ അതിൻ്റെ ഒരു അളവിലാണ് നമുക്ക് എയുമായിട്ട് ബന്ധിപ്പിച്ചാണ് ഓപ്ഷൻസ് എല്ലാം നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെടുക്കുന്ന ലെങ്ത്തും വിഡ്ത്തും അതും ഈ എയുടെ ടേംസിലേക്ക് നമുക്ക് കൊണ്ടുവരണം. എന്നിട്ട് വേണം നമുക്ക് അതിൻ്റെ ഏരിയ കാണാൻ. അപ്പോൾ ലെങ്ത്ത് എല്ലും വിഡ്ത്ത് L/2 ആണെങ്കിൽ അതിൻ്റെ ചുറ്റളവ് എങ്ങനെ കാണും? 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് വിഡ്ത്താണ് ചുറ്റളവ്. അതായത് നമുക്കിവിടെ 2 ഇൻറ്റു ഇവിടെ ലെങ്ത്ത് എല്ലും പ്ലസ് വിഡ്ത്ത് L/2 ഇതാണ് വരിക. നമുക്ക് 2 കൊണ്ട് ഇങ്ങോട്ട് ഗുണിക്കാം. 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 2L പ്ലസ് 2 ഇൻറ്റു L/2. ഈ 2ഉം 2ഉം ക്യാൻസലായിട്ട് L മാത്രമാവും. അപ്പോൾ 2L പ്ലസ് L 3L എന്ന് കിട്ടും. അതായത് നമുക്കിവിടെ ചുറ്റളവ് 3L എന്ന് കിട്ടും. ഇവിടെ ചുറ്റുവിട്ടിരിക്കുന്ന വേലിയുടെ നീളം എ മീറ്റേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചുറ്റളവ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ചുറ്റളവ് എ മീറ്ററാണ്. ഇവിടെ നമുക്ക് കിട്ടിയത് 3L. അപ്പോൾ 3L ഈക്വൽ ടു എ എന്നെടുക്കുക. 3L ഈക്വൽ ടു എ മീറ്റേഴ്സ്. അപ്പോൾ L ഇസ് ഈക്വൽ ടു എന്ത് വരും? L ഇസ് ഈക്വൽ ടു A/3 എന്ന് കിട്ടും. അപ്പോൾ ലെങ്ത്ത് എന്ന് പറയുന്നത് A/3 ആണ്. അങ്ങനെയാണെങ്കിൽ വിഡ്ത്ത് എന്ന് പറയുന്നത് L/2 ആണല്ലോ. അതായത് A/3/2. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഡിനോമിനേറ്റർ ഇരട്ടിയാക്കിയാൽ മതി. അതായത് A/6 എന്നും വരും. അപ്പോൾ ലെങ്ത്തും വിഡ്ത്തും എയുടെ ടേംസിലേക്ക് മാറ്റി. ലെങ്ത്ത് A/3യും വിഡ്ത്ത് A/6ഉമായി. ഇനി ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ കിട്ടാൻ ലെങ്ത്തും വിഡ്ത്തും കൂടെ ഗുണിച്ചാൽ മതി. അതായത് A/3 ഇൻറ്റു A/6 വരും. A ഇൻറ്റു A² ബൈ 3 ഇൻറ്റു 6 18. അപ്പോൾ A²/18 ആണ് ഇതിൻ്റെ ഏരിയ. ശരി ഉത്തരം ഓപ്ഷൻ ഡി, A²/18. ദി സം ഓഫ് ദി സീക്വൻസ് 1 minus 2 plus 3 minus 4 plus 5 minus 6 plus etc. plus 2015 minus 2016 plus 2017 minus 2018 is dash. അപ്പോൾ നമുക്കിവിടെ സം കാണാൻ നൽകിയിരിക്കുന്ന നമ്പേഴ്സ് നോക്കുക. 1 minus 2 plus 3 minus 4 plus 5 minus 6 plus etc. plus 2015 minus 2016 plus 2017 minus 2018. അപ്പോൾ നമുക്ക് സം കാണുന്നതിനായിട്ട്
ഇതിനെ ആദ്യം ജോഡികളായിട്ട് തിരിക്കാം. ഇങ്ങനെ ജോഡികളാക്കുന്നു. ഇങ്ങനെ ജോഡികളാക്കിയിട്ട് ഓരോ ജോഡിയുടെയും വാല്യൂ നോക്കാം. 1 മൈനസ് 2 അത് -1 ആണ്. അപ്പോൾ ഇത്രയും ഭാഗം ക്രിയേറ്റ് ചെയ്യുമ്പോൾ -1 കിട്ടും. പ്ലസ് അടുത്ത ജോഡി 3 മൈനസ് 4 അതിൻ്റെ വാല്യൂ -1. പ്ലസ് അടുത്ത ജോഡി -1 പ്ലസ് എക്സെട്ര പ്ലസ് ഇവിടെയും നോക്കുക 2015 മൈനസ് 2016 അത് -1 ആണ്. പ്ലസ് അടുത്ത ജോഡി -1. അപ്പോൾ ഓരോ ജോഡിയുടെയും വാല്യൂ -1 ആണ്. അപ്പോൾ ഇനി ഈ നെഗറ്റീവ് വണ്ണുകളെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സം ആവും. അപ്പോൾ എത്ര നെഗറ്റീവ് വണ്ണുകൾ ഉണ്ടെന്ന് നോക്കുക. ഇവിടെ നമ്മൾ 5 എണ്ണം എഴുതിയിട്ടുള്ളെങ്കിലും 1 മുതൽ 2018 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട് ഇത്. അപ്പോൾ അതിനെ ജോഡികളായിട്ട് തിരിക്കുമ്പോൾ ഈ ഇതാകെ 2018 നമ്പേഴ്സാണുള്ളത്. അതിൻ്റെ പകുതി എണ്ണം ഉണ്ടാവണം, ജോഡികളുടെ എണ്ണം. 2018ൻ്റെ പകുതി എത്രയാണ്? 2000ൻ്റെ പകുതി 1000, 18ൻ്റെ പകുതി 9. അപ്പോൾ ഇത് ടോട്ടൽ 1009 നമ്പേഴ്സ് ഉണ്ടാവും. 1009 ജോഡികളുണ്ടാവും. ഓരോ ജോഡിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ നെഗറ്റീവ് വൺ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ 1009 നെഗറ്റീവ് വണ്ണുകൾ ഉണ്ടാവും. അപ്പോൾ ഇത്രയും നെഗറ്റീവ് വണ്ണുകൾ നമ്മൾ കൂട്ടിയെടുക്കണം. അപ്പോൾ ഇത് കൂട്ടുന്നതിന് പകരം നെഗറ്റീവ് വണ്ണിനെ 1009 കൊണ്ട് ഗുണിച്ചാൽ മതി. -1 × 1009 എത്ര? -1009. അപ്പോൾ നമുക്ക് വേണ്ട സം -1009 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി. The values of k for which the points 2, -3, 4, 3 and 5k are on the same straight line is dash. അപ്പോൾ ഇവിടെ 3 പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് നൽകിയിട്ടുണ്ട്. ഈ 3 പോയിൻറ്റ്സ് ഒരേ ലൈനിലാണെങ്കിൽ കെയുടെ വാല്യൂ എത്രയെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് സ്ലോപ്പ് ഉപയോഗിച്ച് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം. സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓർക്കുക. m = y2 - y1 / x2 - x1 ആണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ആദ്യത്തെ 2 പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ സ്ലോപ്പ് കാണുക. അപ്പോൾ ഇവിടെ y2 എന്ന് പറയുന്നത് സെക്കൻഡ് പോയിൻ്റ് y കോർഡിനേറ്റ്, അതായത് 3 മൈനസ് y1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയിൻ്റ് y കോർഡിനേറ്റ്, അതായത് -3, 3 - -3 ബൈ x2 4 മൈനസ് x1 എന്ന് പറയുന്നത് 2. ഇതുപോലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പോയിൻറ്റ്സിൻ്റെ സ്ലോപ്പും കണ്ടുപിടിക്കുക. അപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും പോയിൻറ്റ്സ് ഉപയോഗിക്കുമ്പോൾ ഈ x1 y1 ആയിട്ട് ഇതെടുക്കണം, x2 y2 ആയിട്ട് ഇതെടുക്കുന്നു. അപ്പോൾ y2 എന്ത് വരും? k വരും. k മൈനസ് y1 3 ബൈ x2 5 മൈനസ് x1 4. ഈ 3 പോയിൻറ്റ്സും ഒരേ ലൈനിലെ പോയിൻറ്റ്സ് ആണെങ്കിൽ ഈ സ്ലോപ്സ് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കിത് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് കെയുടെ വാല്യൂ കാണാം. ഇവിടെ 3ൽ നിന്നും -3 കുറയ്ക്കണം. -3 കുറയ്ക്കാനായിട്ട് 3 കൂട്ടിയാൽ മതി. അതായത് 3 + 3 എന്നാവും. 3 + 3 6. 6 ബൈ 4 ൽ നിന്ന് 2 കുറച്ചാൽ 2 സമം k - 3 ബൈ 5 - 4 1. ഈ 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടും. അതായത് 3 = k - 3 എന്ന് വരും. ഈ -3 ഇടതുവശത്തേക്ക് കൊണ്ടുവന്നാൽ 3 + 3 എന്നാവും. 3 + 3 = k. അല്ലെങ്കിൽ കെയുടെ വാല്യൂ എത്ര കിട്ടി? 3 + 3 6 എന്ന് കിട്ടി. ശരി ഉത്തരം ഓപ്ഷൻ സി.